Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങളോട് കണ്ടതുപോലെ തന്നെ മലയാളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മലയാളത്തിൽ IAS പഠിച്ച് മലയാളത്തിൽ തന്നെ എക്സാം എഴുതി പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ എല്ലാം മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ UPSCയിലോട്ടുള്ള മലയാളത്തിലേക്ക് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് പുതിയ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് മലയാളത്തിൽ പഠിക്കേണ്ടത്, മലയാളത്തിൽ പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടർന്നൊക്കെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പുതിയ ബാച്ചിലോട്ട് അതിൻ്റെ ഫീസ് വരുന്നത് 25,000 ആണ്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികൾക്കായിട്ട് വെറും ഒരു സ്പെഷ്യൽ ഓഫറിൽ 10,000 എന്ത് ചെയ്യുക, ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഇവരുടെ സ്ക്രീനിലെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ UPSCയുമായിട്ടും KS ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് UPSC എക്സാം 3 ഘട്ടങ്ങളായിട്ട് നടക്കുന്ന എക്സാം, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. അതിൽ നമുക്ക് പ്രിലിംസ് എല്ലാവർക്കും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതുപോലെ തന്നെ അത് പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ, എഴുതാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ക്വസ്റ്റ്യൻ ഉള്ളത് ഇംഗ്ലീഷിൽ മാത്രമാണ്. പക്ഷെ നമ്മുടെ മെയിൻസും ഇന്റർവ്യൂ വരുന്ന സമയത്ത് നമുക്ക് മലയാളത്തിൽ വേണ്ടവർക്ക് ഇംഗ്ലീഷ് ഇപ്പം ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും ചില ആളുകൾക്ക്. എനിക്ക് ഇംഗ്ലീഷിനേക്കാളും നന്നായിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതും ഇപ്പോൾ മലയാളത്തിലായിരിക്കും തോന്നുന്നവരുണ്ടാവും. അത്തരം വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് മലയാളത്തിലേക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മലയാളം മറ്റു ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എഴുതാം, മെയിൻസും എഴുതാം, കംപ്ലീറ്റ് എക്സാം എഴുതാം. അതുപോലെ തന്നെ ഇന്റർവ്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരിക്കും എന്ത് ചെയ്യുക, മെയിൻസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരു പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ട് ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യണം. ഒരു കമ്പൾസറി ആയിട്ടുള്ള ഒരു ക്വാളിഫയിങ് പേപ്പർ ഉണ്ട് മെയിൻസിലേക്ക് വരുന്ന സമയത്ത്. 9 പേപ്പറിൽ 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. ഒരു മലയാളം, അതുപോലെ തന്നെ ഒരു റീജിയണൽ ലാംഗ്വേജ്, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ്. അത് റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിൽ എഴുതാം, വേറെ ഏത് റീജിയണൽ ലാംഗ്വേജ് എഴുതാം. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധമായിട്ട് ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ക്വാളിഫയിങ് ആണ്, അതിന് മാർക്ക് എവിടെയും നോക്കുന്നില്ല. 300-ൽ നിങ്ങൾ 75 മാർക്ക് വാങ്ങിയാൽ മതി. അതുപോലെ തന്നെ അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെയാണ് നിങ്ങൾ ഓപ്ഷണലാക്കി എടുക്കുന്നതെങ്കിൽ അവിടെ അത് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുള്ളൂ. അതല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിലും എഴുതാവുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് മലയാളത്തിൽ മാത്രം, ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും, പ്ലസ് ഹിന്ദി. ഇന്റർവ്യൂ അങ്ങനെ തന്നെയാണ്. ഇന്റർവ്യൂ ബോർഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ മലയാളത്തിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്, പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ട്രാൻസ്ലേറ്റർ ആയിട്ട് എന്ത് ഉണ്ടാവും, ഒരു മലയാളം അറിയുന്ന ഒരാളുണ്ടാവും, നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ജസ്റ്റ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം. ഇനി ഇത് എങ്ങനെ പഠിക്കണം, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ നമ്മുടെ ഈ കോഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. സൂമിലൂടെയാണ്, ഓൺലൈൻ കോഴ്സാണ്. വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നതിന് കൂടെ ഒക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഡെയിലി 1.5 മണിക്കൂർ ഒക്കെയാണ് നിങ്ങൾക്ക് അതിൽ ക്ലാസ് ഉണ്ടാവുന്നത്. ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. ക്ലാസ്സിന്റെ റെക്കോർഡർ വീഡിയോസ് ഉണ്ടാവും, അതിന് അൺലിമിറ്റഡ് വാലിഡിറ്റി ഉണ്ടാവും. എന്തേ കാരണവശാൽ ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ റെക്കോർഡായിട്ട് എടുത്ത് കാണാവുന്നതാണ്. ഇൻഡിവിജ്വൽ മെന്ററിംഗ് അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ആൻസർ റൈറ്റിംഗും കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നോട്ട്സുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ പ്ലസ് PCM എന്ന് പറയും. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള NCERT SCERT മുതൽ തുടങ്ങി PCM പ്രിലിംസ് കം മെയിൻസ് കാര്യങ്ങൾ കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ അതാണ്. അത് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്പറുമായിട്ട് ബന്ധപ്പെടാം, അതിൽ ജോയിൻ ചെയ്യാം. അതാവുമ്പോൾ കറക്റ്റ് നമ്മുടെ നേരിട്ടുള്ള ഡയറക്ഷനിൽ മെന്ററിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് സബ്ജക്റ്റ് പഠിക്കാവുന്നതാണ്. മലയാളത്തിൽ തന്നെ എഴുതി, മലയാളത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത്, മലയാളത്തിൽ തന്നെ പഠിച്ച്, മലയാളത്തിൽ തന്നെ നോട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. ഇംഗ്ലീഷിലുള്ളവർക്ക് വേറെ ബാച്ച് നടക്കുന്നുണ്ട് കേട്ടോ, ഇംഗ്ലീഷിൽ പഠിക്കുന്നവർക്കും. അപ്പോൾ അതും ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട, മലയാളത്തിൽ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് മലയാളത്തിൽ എഴുതുമ്പോൾ ഏതൊക്കെ ഘട്ടങ്ങൾ മലയാളം എഴുതാം, എവിടെയൊക്കെ ഇംഗ്ലീഷ് വരുന്നുണ്ടെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് മേക്കിംഗ് ആണ്. നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും നോട്ട്സും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് നല്ലതാണ്, കാരണം ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മാറ്റി വെക്കുക. അതോ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ ഇംഗ്ലീഷ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചില ടെക്നിക്കൽ ടേമുകൾ നിങ്ങൾ പരിചയപ്പെടാത്തതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പഠനം എപ്പോഴും കൊണ്ടുപോകാൻ നല്ലത് ഇംഗ്ലീഷിൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് മലയാളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം മലയാളത്തിൽ എഴുതാനുണ്ടോ, മലയാളത്തിലേക്ക് നോട്ട്സ് തയ്യാറാക്കുക. അതിപ്പോൾ NCERT ആയാലും അങ്ങനെ തന്നെയാണ്, മറ്റുള്ള സബ്ജക്റ്റുകളായാലും നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുകയാണെങ്കിലും മലയാളത്തിൽ നോട്ട്സ് തയ്യാറാക്കുക നിങ്ങളുടേതായ രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണം എന്ന് പറയുന്നത്, നമ്മളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്ന് റിവിഷനായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ സബ്ജക്റ്റ് പഠിക്കാൻ റീഡിംഗ് ആയിട്ട് അത് ഉപയോഗപ്പെടുത്താം. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് മലയാളം ടേംസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നോട്ട്സ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ടത്, അത് പഠിക്കുന്നത് മലയാളം ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, മലയാളത്തിലോട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
നോട്ട്സ് ഉണ്ടാക്കുമ്പോഴും ആൻസർ ചെയ്തുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും ഇല്ലാത്ത ചില മലയാളം ടേമുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗപ്പെടുന്നതുകൊണ്ട് എഴുതുന്നതുകൊണ്ടും പ്രശ്നമില്ല. പക്ഷെ അത് മംഗ്ലീഷ് ആക്കി എഴുതിയാൽ മതി. മലയാളത്തിൽ എഴുതിയ ഇംഗ്ലീഷ് ടേം പാർലമെന്റ് എന്നുള്ള മലയാളത്തിൽ എഴുതിയാൽ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറ്റുന്നതും മലയാള ടേമുകൾ ഉപയോഗിക്കുക. ഇനി ചില ഇംഗ്ലീഷ് ടേമുകൾ ഇത്ര % ഇംഗ്ലീഷ് ടേമുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തില്ല, അതിന് പ്രശ്നമില്ല എന്നുള്ളതാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ പഠിക്കുന്നത് ഇംഗ്ലീഷിലാവണം. അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കണം. ഓക്കെ. പിന്നെ എന്ന് പറയുന്നത് വേർഡ് ലിമിറ്റ്, ആൻസർ റൈറ്റിംഗ് ഫസ്റ്റ് മുതൽ നിങ്ങൾ കൊണ്ടുപോകണം. മലയാളത്തിലെ കാര്യത്തിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്ന ഒരു വാക്ക് ചില മലയാളത്തിലേക്ക് എഴുതണമെങ്കിൽ, ഇപ്പോൾ ഒരു 5 വാക്കുള്ള സെന്റൻസ് ആണ് ഇംഗ്ലീഷിലെങ്കിൽ അത് മലയാളത്തിലേക്ക് എഴുതുന്ന 10 വാക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് കൂടുതൽ പേജ് പെട്ടെന്ന് കവറായി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, നല്ല വേർഡുകളും സെന്റൻസുകൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തി പ്രാക്ടീസ് ചെയ്യണം മലയാളത്തിൽ എഴുതുന്നത്. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഫസ്റ്റ് മുതലേ കൊണ്ടുപോകണം മലയാളത്തിലാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഇൻഡിവിജ്വൽ മെന്ററിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. പിന്നെ NCERT-കളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ ഏത് മലയാളം വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുക, കംപ്ലീറ്റ് പച്ച മലയാളം അതുപോലെ ഉപയോഗിക്കണമെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മലയാളം ഭാഷ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ NCERT-യുടെ ഗൈഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് NCERT-യും SCERT-യും വേണമെന്നൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്. NCERT തന്നെയാണ് നല്ലത്. SCERT ഒരു പ്രാവശ്യം വായിക്കാം, നല്ലതാണ്, പ്രശ്നമില്ല. മലയാളത്തിൽ എഴുതുന്നൊരു സ്പെഷ്യലി പ്ലസ് അതിൻ്റെ കൂടെ NCERT തന്നെ ഫോളോ ചെയ്യുക. NCERT നിങ്ങൾ എന്ത് ചെയ്യുക, +1 +2 NCERT മലയാളം ഗൈഡുകൾ എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്. ആ ഗൈഡുകൾ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അപ്പോൾ അത് ഒരുപാട് ടെക്നിക്കൽ ടേമുകൾ എസ്പെഷ്യലി ജോഗ്രഫി എക്കോണമിയിലൊക്കെ വരുന്ന സമയത്ത് മലയാളീകരിച്ച ടേമുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പരിചയപ്പെടാനും എന്നിട്ട് അതിൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് മലയാള പത്രം വായിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അവർ മലയാള പത്രം നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്തോ. ഇപ്പം ഫ്യൂച്ചർ കേരള എന്നുള്ള മലയാള പത്രം ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല പത്രമായി എനിക്ക് തോന്നിയിരുന്നു നമ്മുടെ UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ. പിന്നെ അതില്ലാത്ത മലയാള പത്രങ്ങളൊക്കെ വായിക്കാം. പ്ലസ് അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് പത്രം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. കാരണം മലയാള പത്രത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അധികവും കേരളത്തെ ഫോക്കസ് ചെയ്തായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഇന്റർനാഷണൽ ന്യൂസുകളോ നാഷണൽ ന്യൂസുകളോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തോളന്നില്ല. പക്ഷെ അത് നമുക്ക് UPSC-യിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്റർനാഷണൽ നാഷണൽ ന്യൂസുകളും വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് പത്രം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യുക. അപ്പം അത് മലയാളീകരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ചില ഇപ്പോൾ പത്രം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മലയാളത്തിലാക്കി നോട്ട്സ് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നോട്ട് മേക്കിംഗ് കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, സബ്ജക്ട്സ് വായിക്കുന്ന സമയത്ത് NCERT-യും ഇംഗ്ലീഷ് മെറ്റീരിയലാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഇംഗ്ലീഷ് മെറ്റീരിയൽ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ 1, 2, 3, 4 പ്രാവശ്യം വായിച്ച്, കാരണം ലക്ഷ്മികാന്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിരന്തരമായിട്ട് വായിച്ചതിന് ശേഷം അത് നിങ്ങളുടേതായ രൂപത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മലയാളീകരിച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ആൻസർ റൈറ്റിംഗ് എന്ത് ചെയ്യുക, ഫസ്റ്റ് മുതലേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ റിവിഷൻ, നിങ്ങൾ ഉണ്ടാക്കിയ നോട്ടും നമ്മുടെ മറ്റുള്ള സ്റ്റാൻഡേർഡ് ബുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം റിവിഷനും അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പിന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മലയാളത്തിലെ ക്ലാസ്സുകൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളായിട്ട് തുടങ്ങുന്നവർക്ക് മലയാളം ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. അധികവും ഇംഗ്ലീഷ് ക്ലാസ്സുകളായിരിക്കും. അത് ഇംഗ്ലീഷ് ക്ലാസ് ആയാലും പ്രശ്നമില്ല, നിങ്ങൾക്കത് മലയാളീകരിച്ച് മനസ്സിലാക്കാനും നോട്ട് ഉണ്ടാക്കാനും ആൻസർ ചെയ്താലും പറ്റുകയാണെങ്കിൽ ക്ലാസ്സുകൾ ഇംഗ്ലീഷിലായാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് മലയാളത്തിലും എന്ത് ചെയ്യുക, എക്സാം എഴുതാം. നമുക്ക് ഏത് ലാംഗ്വേജ് ഏത് മീഡിയം ഒന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല, മാക്സിമം കണ്ടന്റ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എക്സാം എഴുതുക, മാർക്ക് നേടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ മലയാളത്തിൽ എഴുതി, മുഹമ്മദ് ഷിഹാബും അങ്ങനെ തുടങ്ങിയുള്ള IAS ഓഫീസറാണ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ മലയാളത്തിൽ എഴുതിയിട്ട് എക്സാം ക്വാളിഫൈ ചെയ്ത് IAS IPS IFS ആയ ആളുകൾ ഒരുപാട് ആളുകളെ പേഴ്സണലി എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് പേടിയാണെന്നുള്ള പരിഗണിച്ച് എന്ത് ചെയ്യേണ്ട, ഒരിക്കലും പ്രിപ്പറേഷൻ ചെയ്യാതിരിക്കേണ്ട. ഇന്നു മുതൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. IAS നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉടൻ തന്നെ എന്ത് ചെയ്യപ്പെടാൻ അവരുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.